ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ലക്നൗ സൂപ്പർ ജയൻസ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ്. നമുക്കാദ്യം ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് പോവാം. ആദ്യത്തെ 6 മത്സരങ്ങളിൽ നിന്ന് 5 തോൽവികൾ. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിന് മുമ്പ് രുദ്രാജ് ഗെയ്ക്വാദിന് പരിക്ക് പറ്റുകയും ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ധോണി തിരികെ എത്തുകയും ചെയ്തു. CSKക്ക് 5 തവണ കിരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റനാണ് MS ധോണി. ധോണി ആ ടീമിന്റെ അമരത്തേക്ക് വീണ്ടും വരുന്നത് CSK ഫാൻസിനെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിരുന്നു. അതാണ് സത്യം. എന്നാൽ ആ ഒരു എക്സൈറ്റ്മെന്റിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. CSKയുടെ ചരിത്രത്തിൽ തന്നെ ചെപ്പോക്കിൽ ഏറ്റവും മോശം പ്രകടനമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മത്സരമായിരുന്നു KKRനെതിരെ നടന്നത്. ആദ്യം ബാറ്റ് ചെയ്ത CSKക്ക് വെറും 103 റൺസ് മാത്രമാണ് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത്. CSKയുടെ പ്രശ്നങ്ങളെ പറ്റി പറയുമ്പോൾ അവർക്ക് ഓപ്ഷനിൽ തന്നെ അല്പം ഒന്ന് പണി പാളി എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ പ്ലെയർ റിറ്റൻഷൻസിൽ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓപ്ഷനിലേക്ക് വന്നപ്പോൾ ഇവർ ആ ചെപ്പോക്ക് പിച്ചിന് അനുസൃതമായിട്ട്, അതായത് ഒരു സ്പിൻ ഡോമിനന്റ് അറ്റാക്ക് ആണ് ഇവർ ബിൽഡ് ചെയ്തത്. നമ്മൾ ഇവരുടെ ഈ ബാറ്റിംഗ് യൂണിറ്റ് നോക്കിയാൽ ഇവർക്ക് പവർ ഹിറ്റേഴ്സ് ഇല്ല. അതായത് നമ്മൾ ബാക്കിയുള്ള ടീം നോക്കിയാൽ നമുക്കൊരു ഉദാഹരണത്തിന് RCB എടുക്കാം. RCBക്ക് ഉള്ളത് വിരാട് കോഹ്ലിയും ഫിൽ സോൾട്ടും ആണ്. പക്ഷെ ഞാൻ പറയാൻ വന്നത് വിരാട് കോഹ്ലിയെ കുറിച്ചല്ല, ഫിൽ സോൾട്ടിനെ കുറിച്ചാണ്. ഫിൽ സോൾട്ട് ഒരു പവർ ഹിറ്റർ ആണ്. അതായത് ഒരു ഹൈ റിസ്ക് ഗെയിം കളിക്കുന്ന പ്ലെയർ ആണ് ഫിൽ സോൾട്ട്. ഇതേവരെ RCB കളിച്ച 6 മത്സരങ്ങളിൽ 4ലും ഫിൽ സോൾട്ട് മികച്ചൊരു സ്റ്റാർട്ട് നൽകി. അതിൽ 3 അവേ മത്സരമായിരുന്നു. ആ 3ലും ഫിൽ സോൾട്ടിന്റെ ഇന്നിംഗ്സ് ഉണ്ടാക്കിയ ഇമ്പാക്ട് വളരെ വലുതാണ്. പവർ പ്ലേയിൽ തന്നെ ഫിൽ സോൾട്ട് ആ ഗെയിം കില്ല് ചെയ്തു എന്ന് പറയാം. ഇനി CSKയുടെ നിരയിൽ വരുമ്പോൾ ആ രീതിയിൽ പവർ പ്ലേയിൽ എൻഫോഴ്സ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയർ ഇല്ല. ഇപ്പോൾ അവർക്കുള്ളത് രചിൻ രവീന്ദ്ര ആയാലും ഡെവൻ കോൺവേ ആയാലും, ഇപ്പോൾ ധോണി തന്നെ പറഞ്ഞു അവർ സ്ലോഗേഴ്സ് അല്ല, അവരിങ്ങനെ ക്രോസ് ബാറ്റഡ് ഷോട്ട്സ് കളിക്കുന്ന പ്ലേയേഴ്സും അല്ല, അവർ ഓതന്റിക് ക്രിക്കറ്റ് ഷോട്ട് കളിക്കുന്ന പ്ലേയേഴ്സ് ആണ്. അപ്പോൾ അവരിൽ നിന്ന് 6 ഓവറിൽ ഒരു 60 റൺസ് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്ന് MS ധോണി തുറന്നു പറഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പം പവർ പ്ലേയിൽ അങ്ങനെ ഒരു 10+ റൺ റേറ്റ് വന്നില്ലെങ്കിൽ മിഡിൽ ഓർഡറിൽ അത് ക്യാച്ചപ്പ് ചെയ്യണം. മിഡിൽ ഓർഡറിൽ അപ്പോൾ ആ ഒരു നഷ്ടപ്പെട്ട റൺസ് തിരികെ പിടിക്കണം. അപ്പോൾ മിഡിൽ ഓർഡറിൽ എടുക്കേണ്ടതിനേക്കാൾ അധികം റൺസ് എടുക്കണം. അവിടെ ആര് ചെയ്യും? അവരുടെ ലൈനപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പവർ ഹിറ്റർ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത് ശിവം ദുബെ മാത്രമാണ്. ദുബൈയും ആ കഴിഞ്ഞ സീസണിലെ ഫോമിലല്ല, അത് പോട്ടെ. പിന്നുള്ളത് നമുക്ക് ത്രിപതിയുണ്ട്, ഹൂഡയുണ്ട്, വിജയ് ശങ്കർ ഉണ്ട്. ഇവരിൽ ആരെ കൊണ്ടാണ് ആദ്യത്തെ 6 ഓവറുകളിൽ നഷ്ടപ്പെട്ടു പോയ റൺസ് തിരികെ പിടിക്കാൻ കഴിയുന്നത്? കാരണം ഇവരാരും വന്ന ആദ്യത്തെ പന്ത് തൊട്ട് ഒരു സിക്സർ അടിക്കാനോ അല്ലെങ്കിൽ ബൗണ്ടറി കണ്ടെത്താനോ കഴിയുന്ന താരങ്ങളല്ല. ഇവരൊക്കെ കുറച്ച് സമയം എടുത്ത് സെറ്റായിട്ട് അറ്റാക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ബാറ്റിങ്ങിൽ ഇപ്പോൾ ടോപ്പ് ഓർഡറിലായാലും മിഡിൽ ഓർഡറിലായാലും പ്രശ്നങ്ങളുണ്ട്. ഇനി ഫിനിഷിംഗിൽ ധോണി അവസാനം ഒരു 10 ബോളുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 25-27 റൺസ് എടുത്ത് ആ ഒരു ഫിനിഷിംഗ് ടച്ച് നൽകും. പക്ഷേ അതുവരെയുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പിൽ വ്യക്തമായ പാളിച്ചകളുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവർക്ക് ബാറ്റിങ്ങിൽ പ്രധാനപ്പെട്ട തലവേദന സൃഷ്ടിക്കുന്നത്. ഇനി ബോളിങ്ങിലേക്ക് വന്നാൽ ഖലീൽ അഹമ്മദ് നന്നായിട്ട് ബോൾ ചെയ്യുന്നുണ്ട്, പക്ഷെ നല്ലൊരു പാർട്ണർ ഇല്ല. ഇവർക്ക് അവിടെ നഥാൻ എല്ലിസ് ഉണ്ട്, നഥാൻ എല്ലിസിനെ ഇവർ കളിപ്പിക്കുന്നില്ല. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പതിരാനെ ഇൻക്ലൂഡ് ചെയ്യണം. പതിരാനെ ഒരു ഡെഡ് ബോളറാണ്. പതിരാനെ പവർ പ്ലേയിൽ അവർ യൂസ് ചെയ്തിട്ടേ ഇല്ല. അങ്ങനെ വരുമ്പോൾ പവർ പ്ലേയിൽ ഇവർ ഖലീൽ അഹമ്മദ് നന്നായിട്ട് ബോൾ ചെയ്താലും അടുത്ത ഓവറിൽ അടി വാങ്ങും. പിന്നെ അശ്വിൻ്റെ കാര്യം, അശ്വിൻ മിഡിൽ ഓവേഴ്സിൽ അത്യാവശ്യം നന്നായിട്ട് പന്തെറിയുന്നുണ്ട്, പക്ഷേ പവർ പ്ലേയിലായാലും ഡെത്ത് ഓവേഴ്സിലായാലും അടി കൊള്ളുന്നുണ്ട്. പവർ പ്ലേയിൽ 15 ഇക്കോണമി റേറ്റിലാണ് അടി കൊള്ളുന്നത്. അപ്പോൾ അതിന് പകരം നൂർ അഹമ്മദിനെ ഇതേവരെ ആരും ട്രൈ ചെയ്യാനും തയ്യാറായിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബോളിങ്ങിലും പാളിച്ചകളുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇവർക്ക് ഒരുപാട് ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ റിവ്യൂവിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ റിവ്യൂവിൽ പറഞ്ഞു, മുംബൈ ഇന്ത്യൻസും CSKയും പോയിന്റ് ടേബിളിൽ ഏകദേശം കഴിഞ്ഞ മത്സരത്തിന് മുമ്പ് ഒരേ ലെവലിലായിരുന്നെങ്കിലും മുംബൈ ഇന്ത്യൻസിന് ഇത്രയും തലവേദനകളില്ല. അവർക്ക് കോമ്പിനേഷനിലൊന്നും പ്രശ്നമില്ല, അവർ ക്ലിക്കാവാത്തത് മാത്രമാണ് ഇവിടെ പ്രശ്നം. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കോമ്പിനേഷനിലും നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇവരുടെ ഏറ്റവും മികച്ച ബാറ്ററായ ഗെയ്ക്വാദ് പരിക്ക് മൂലം ടൂർണമെന്റിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. ആ ഒരു പരിക്ക് എന്ന് പറയുന്നത് ഫോം കണ്ടെത്താൻ ഓൾറെഡി കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ടീമിന് കിട്ടിയ കനത്തൊരു തിരിച്ചടിയാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം സോർട്ട് ചെയ്യുക എന്നുള്ളതാണ് വീണ്ടും നായകനായെത്തിയ നമ്മുടെ ധോണിക്ക് മേലുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അത് ഭാരിച്ചൊരു ഉത്തരവാദിത്വം തന്നെയാണ്. ഇനി നമുക്ക് ലക്നൗ സൂപ്പർ ജയൻസിന്റെ കാര്യത്തിലേക്ക് പറഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല. ഇവിടെ ആകെപ്പാട് ലക്നൌവിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋഷഭ് പന്തിന്റെ ഫോമാണ്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഓപ്പണറായിട്ട് ഇറങ്ങിയിട്ടും കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ബാക്കിയുള്ളവരെല്ലാം ഫോമിലാണ്. കഴിഞ്ഞ മത്സരത്തിൽ തന്റെ മകൾക്ക് എന്തോ ഒരു ഇൽനെസ് ഉണ്ടായത് കാരണം മിച്ചൽ മാർഷ് കളിച്ചില്ല. ഇനി മാർഷൂടെ തിരികെ എത്തിക്കഴിഞ്ഞാൽ ഈ ടീം ഒന്നുകൂടി ഡേഞ്ചറസ് ആവും. കാരണം 5 മത്സരങ്ങളിൽ നിന്ന് 4 50 അടിച്ചിട്ടുള്ളതാണ് മിച്ചൽ മാർഷ്. എയ്ഡൻ മാർക്കം നല്ല ഫോമിലാണ്. ആദ്യ മത്സരങ്ങളിൽ കുറച്ചൊന്ന് താളം കണ്ടെത്താൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തെങ്കിലും നമ്മുടെ എയ്ഡൻ മാർക്കമും ഇപ്പോൾ കൺസിക്യൂട്ടീവ് 50 ആയിട്ട് മികച്ച ഫോമിലാണ്. നിക്കോളാസ് പൂരാൻ അവിടെ ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം അത്രയും ഈ IPL ഏറ്റവും മികച്ച ബാറ്റർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. സ്ട്രൈക്ക് റേറ്റിന്റെ കാര്യത്തിലായാലും ആവറേജിന്റെ കാര്യത്തിലായാലും ആ ഒരു 6 ഹിറ്റിംഗ് എബിലിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും നിക്കോളാസ് പൂരാനാണ് ബൈ ഫാർ ഈ സീസണിലെ ബെസ്റ്റ് ബാറ്റർ. ഇനി വേറൊരു ഇൻട്രസ്റ്റിംഗ് കണക്ക് കൂടിയുണ്ട്. ഈ സീസണിൽ 6 മത്സരങ്ങളിൽ നിന്ന് CSK അടിച്ചിരിക്കുന്നത് 32 സിക്സറുകളാണ്. എന്നാൽ നിക്കോളാസ് പൂരാൻ ഒറ്റയ്ക്ക് അടിച്ചിരിക്കുന്നത് 31 സിക്സറുകളാണ്. അതായത് ഒരു സിക്സിന്റെ വ്യത്യാസം മാത്രമേ നിക്കോളാസ് പൂരാനും CSK ടീമും തമ്മിലുള്ളൂ. അപ്പോൾ കണക്കുകളിൽ അത്രയും ഒരു അന്തരം ഈ 2 ടീമുകൾ തമ്മിലുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നീട് ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഫാസ്റ്റ് ബോളിംഗ് യൂണിറ്റ് അത്ര എക്സ്പീരിയൻസ്ഡ് യൂണിറ്റ് അല്ല. ഷർദുൽ താക്കൂർ എന്നാലും നല്ല രീതിയിൽ ബോൾ ചെയ്യുന്നുണ്ട്. ആകാശ് ദീപിനും കഴിഞ്ഞ മത്സരത്തിൽ വിക്കറ്റ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആവേശ് ഖാനും അതിന് മുമ്പത്തെ മത്സരത്തിൽ എക്സ്പെൻസീവ് ആയിരുന്നെങ്കിലും ഡീസൻ്റ് ആയിട്ട് ബോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ദിഗ്വേഷ് ഷെട്ടി ആണ് ഇവരുടെ ബോളിംഗിലെ സൂപ്പർ സ്റ്റാർ എന്ന് ഞാൻ പറയും.
എല്ലാ മത്സരങ്ങളും നന്നായിട്ട് ബോൾ ചെയ്തു. പിന്നീട് രവി ബിഷ്ണോയ് ഫോം ഔട്ട് ആയിരുന്നു. അതായത് എല്ലാ മത്സരങ്ങളിലും മിഡിൽ ഓവറിൽ നന്നായിട്ട് റൺസ് വിട്ടു കൊടുത്തു. കഴിഞ്ഞ മത്സരത്തിൽ ബിഷ്ണോയും ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ CSKയുടെ കാര്യം പറയുമ്പോൾ CSK സ്പിന്നെതിരെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിലായാലും വരുൺ ചക്രവർത്തിക്കെതിരെയും സുനിൽ നരേനെതിരെയും ഇവർ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു. ഇതിൽ ഐറഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പിൻ ഡോമിനന്റ് അറ്റാക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് അവർ തന്നെ സ്പിന്നിനെതിരെ കഷ്ടപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ദിഗ്വേഷതി ഫോമിലാണ്, ബിഷ്ണോയും കൂടെ ഫോമിലേക്ക് എത്തിയിരിക്കുന്ന സ്ഥിതിക്ക് ഈ CSK ബാറ്റിംഗ് യൂണിറ്റ് എങ്ങനെയാണ് ഈ ഒരു സ്പിൻ യൂണിറ്റിനെ നേരിടുക എന്ന് പറയുന്നത് ഞാൻ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവർ ഒന്നാമത് ഫോമിൽ സ്ട്രഗിൾ ചെയ്യുകയാണ്, സ്പിന്നിനെതിരെ കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നു. അപ്പോൾ ഫോമിലുള്ളൊരു യങ് ബോളർ അതിന്റെ കൂടെ തന്നെ അവരുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രീമിയം സ്പിന്നറും ഫോമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ ഒരു കോൺടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും. ഇനി പിച്ച് കണ്ടീഷൻസിലേക്ക് വരികയാണെങ്കിൽ മത്സരം നടക്കുന്നത് ലക്നൌവിലെ ഏകന സ്റ്റേഡിയത്തിലാണ്. ഇവിടെ ഒരു പാർ സ്കോർ എന്ന് പറയുന്നത് ഒരു 184 ആണ്. പിന്നെ ഗ്രൗണ്ട് ഡൈമെൻഷൻസ് വലുതാണ്, അതുകൊണ്ട് തന്നെ സ്പിന്നേഴ്സിനൊരു റോൾ പ്ലേ ചെയ്യാൻ എന്തായാലും ഉണ്ടാവും. പിന്നെ 2024 സീസൺ തൊട്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നടന്ന 10 മത്സരങ്ങളിൽ 6 മത്സരങ്ങളിലും ജയിച്ചത് ചേസ് ചെയ്ത ടീമാണ്. അതുകൊണ്ട് തന്നെ ടോസ് നേടുന്ന ടീം ചേസ് ചെയ്യാനാണ് സാധ്യത. ഇനി പ്രെഡിക്റ്റഡ് പ്ലേയിങ് ജോലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ LSGയുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, മിച്ചൽ മാർഷിന് ആ കുഞ്ഞിന്റെ ഒരു ചെറിയ ഇൽനെസ് മൂലം കഴിഞ്ഞ മത്സരത്തിൽ കളിക്കാൻ പറ്റിയില്ല. അത് ഓക്കെ ആണെങ്കിൽ മിച്ചൽ മാർഷ് തിരികെ ഹിമ്മത് സിംഗിന് പകരം ടീമിലേക്ക് തിരികെ വരും. കഴിഞ്ഞ മത്സരത്തിൽ അവർ 3 ഓവർസീസ് പ്ലേയേഴ്സിനെ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരു ഡയറക്റ്റ് സ്വാപ്പ് ആയിരിക്കും. ഹിമ്മത് സിംഗിന് പകരം മിച്ചൽ മാർഷ് ടീമിലേക്ക് വരികയും ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് തിരികെ എത്തുകയും ചെയ്യും. ഇനി CSKയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിൽ അവർക്ക് അങ്ങനെ ഒരു ബാറ്റിംഗിൽ തകർച്ച നേരിട്ടത് കൊണ്ട് ഒരു അബദ്ധം പറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അബദ്ധമല്ല, അവർ ആ ബാറ്റിംഗിലൊന്ന് റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് കൂടെ ഇറക്കി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് 14 ബോളിങ്ങിന് ഇറക്കാൻ സാധിച്ചില്ല. ദീപക് കാര്യമായിട്ടൊന്നും ചെയ്യാനും കഴിഞ്ഞില്ല, അത് വേറെ കാര്യം. പിന്നെ അതുകൊണ്ട് 14 അവർക്ക് യൂസ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ മത്സരത്തിൽ 14 എന്തായാലും തിരികെ എത്തും. അവരെന്തായാലും എല്ലിസിനേക്കാൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് 14 അത് മാത്രമല്ല നിക്കോളാസ് പുറാനെതിരെ നല്ലൊരു മാച്ചപ്പ് കൂടിയാണ്. അപ്പോൾ പുറാനെതിരെ നല്ല റെക്കോർഡുള്ള പ്ലെയർ കൂടിയാണ് 14. അപ്പോൾ നിക്കോളാസ് പുറാൻ നമ്മുടെ 14-ക്കെതിരെ ആവറേജ് ചെയ്യുന്നത് അറൗണ്ട് 6.3 മാത്രമാണ്. അപ്പോൾ ആ ഒരു മാച്ചപ്പ് എന്തായാലും CSK വിനിയോഗിക്കാനാണ് സാധ്യത. കാരണം LSGയെ തോൽപ്പിക്കണമെങ്കിൽ നിക്കോളാസ് പുറാന്റെ വിക്കറ്റ് കിട്ടിയേ പറ്റൂ. നിക്കോളാസ് പുറാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ LSG എന്തായാലും ജയിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മാച്ചപ്പ് യൂസ് ചെയ്യാനായിട്ട് 14 തിരിച്ച് ടീമിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. പിന്നീട് അവരുടെ ബാറ്റിംഗ് യൂണിറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് യങ് പ്ലേയേഴ്സായ ഷെയ്ഖ് റഷീദിനെ ആയാലും ആന്ദ്രെ സിദ്ധാർത്ഥ ആയാലും ഈ ടീമിൽ വന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ അത് നടക്കുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. ഇപ്പോൾ LSGയുടെ കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ഞാൻ പറയുന്ന പേരാണ് ഋഷഭ് പന്ത്. കാരണം ഇപ്പോൾ ഇതേവരെ ഫോമിലേക്ക് എത്താൻ ക്യാപ്റ്റനാണ്, ആ ഒരു ഹൈ ഹെഫ്റ്റി പ്രൈസ് ടാഗ് ഉണ്ട്. അപ്പോൾ ഫോമിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ മത്സരത്തിൽ ഓപ്പണിംഗ് ഇറങ്ങിയിട്ട് ഒരു 18 പന്തുകൾ നിന്നു, 21 റൺസ് മാത്രമാണ് എടുക്കാൻ കഴിഞ്ഞത്. ഈ സീസണിലെ പുള്ളിയുടെ ബെസ്റ്റ് സ്കോറാണ്. പക്ഷെ നമുക്കറിയാം സ്ട്രഗിൾ ചെയ്തു, ക്യാച്ചൊക്കെ കൊടുത്തു, അത് അവർ വിട്ട് കളഞ്ഞിട്ടാണ് ഒരു 21 എത്താൻ സാധിച്ചത്. അപ്പോൾ ഋഷഭ് പന്ത് എങ്ങനെയാണ് ഈ മത്സരത്തിൽ പെർഫോം ചെയ്യുക എന്നുള്ളത് ഞാൻ ഉറ്റുനോക്കുന്ന കാര്യമാണ്. അതുപോലെ CSK നിരയിൽ നിന്ന് രവിചന്ദ്രൻ അശ്വിൻ ആൻഡ് രവീന്ദ്ര ജഡേജ. ഇവിടെ രണ്ടുപേരുടെ പേര് പറഞ്ഞതിന് കാരണം നമുക്കറിയാം ഇവരുടെ ടീമിൽ ഇപ്പോൾ മെയിൻ സ്പിന്നറായിട്ട് വിക്കറ്റ് എടുക്കുന്നത് നൂർ അഹമ്മദാണ്. ഇപ്പോൾ അശ്വിൻ മിഡിൽ ഓവേഴ്സിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് ബോൾ ചെയ്തു, പക്ഷേ ആ ഒരു പവർ പ്ലേ ആയാലും ഡെത്തിലായാലും നന്നായിട്ട് അടികൊള്ളുന്നുണ്ട്. രവീന്ദ്ര ജഡേജയ്ക്കും കഴിഞ്ഞ സീസണുകളിലെ പോലെ ഒരു ഇമ്പോസിങ് പ്രസൻസ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ബാറ്റിങ്ങിലായാലും ആ ഒരു ഫിനിഷിങ്ങിലായാലും ആ ഒരു കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ പോലൊരു പെർഫോമൻസ് കൊണ്ടുവരാൻ ജഡേജയ്ക്ക് ആയിട്ടില്ല. അപ്പോൾ ഞാൻ CSK സൈഡിൽ നിന്ന് ഉറ്റുനോക്കുന്നത് ഇവരുടെ ഒരു പ്രകടനമാണ്, ജഡേജ ആൻഡ് അശ്വിൻ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തുടർച്ചയായ 5 പരാജയങ്ങൾക്ക് ശേഷം വിജയവഴിയിലേക്ക് തിരിച്ചു വരാൻ CSK കഴിയുമോ? അതോ ലക്നൗ സൂപ്പർ ജയൻസ് ഇന്നത്തെ മത്സരം വിജയിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.